അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നസീം ഹിജാസി എന്ന പ്രസിദ്ധ നോവലിസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്, അദ്ദേഹം എഴുതിയ ഒരു കൃതിയുടെ ഭാഗമാണ് സുബഹ് കാ സിതാര എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി പറഞ്ഞു വെച്ചത് ഓർമ്മ ഉണ്ടാകും. ആകാശത്തേക്ക് നോക്കി സുബഹ് കാ സിതാര ഉദിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കി, അങ്ങനെ അതിൻ്റെ കുറഞ്ഞ സമയമാണെങ്കിലും അത് പുതിയ പ്രഭാതമെന്ന ഒരു വലിയ സന്ദേശവുമായിട്ടാണ് ആ കുറച്ചു നേരം അത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്നത് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് അവസാനം അതിൻ്റെ ശേഷം അവരുടെ ഇടയിലുള്ള സംഭാഷണങ്ങൾ തുടരുകയാണ്. സുബൈർ മുഹമ്മദ് ബിൻ കാസിം കി തറഫ് ബഗൗർ ദേഖ് രഹാ था. സുബൈർ മുഹമ്മദ് ബിൻ കാസിമിനെ സശ്രദ്ധം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ചെഹറെ പർ ഏക് ബച്ചെ കി സി മാസൂമിയത്ത്. സുബൈറിൻ്റെ മുഖത്ത് ചെറിയ കുട്ടികളുടെ ഒരു നിഷ്കളങ്കത, കുട്ടികളുടെ പോലത്തെ ഒരു നിഷ്കളങ്കതയും, ചാന്ദ് കീസി ദിൽ ഫരീബി, അതുപോലെ ചന്ദ്രൻ്റെ സൗകുമാര്യതയും, സൂരജ് കാസ ജാഹോ ജലാൽ, അതുപോലെ സൂര്യനെ പോലത്തെ ഒരു ഗാംഭീര്യവും, ഓർ സുബഹ് കെ സിതാരെ കീസി റോയാനി ഓർ പാക്കീസ്ഗി ഥി. അതുപോലെ സുബഹ് കെ സിതാര, ആ പ്രഭാത നക്ഷത്രത്തിൻ്റെ പോലത്തെ ഒരു റോനായി എന്ന് പറഞ്ഞാൽ ഭംഗിയും, അതുപോലെ ഒരു ഫ്രഷ്നെസ്, പാക്കീസ്ഗി എന്ന് പറഞ്ഞാൽ ഫ്രഷ്നെസ് അഥവാ ഒരു തെളിമയും അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ചന്ദ് കദം കെ ഫാസിലെ സെ ഏക് പെഹരിദാറിനെ ആവാസ് ദി. കുറച്ച് ഫൂട്ടുകൾക്കകലെ, ചന്ദ് കദം കെ ഫാസിലെ സെ, കുറച്ച് ഫൂട്ടുകൾ വിട്ടുകടന്ന ശേഷം, അപ്പോൾ കുറച്ച് ചവിട്ടടികൾക്ക് അപ്പുറം, ഏക് പെഹരിദാറിനെ അപ്പുറത്ത് വെച്ചിട്ട് ഒരു കാവൽക്കാരൻ ആവാസ് ദി, ഒച്ചയിട്ട് വിളിച്ചു. ടെഹ്റോ കോൻ ഹെ, നിൽക്കൂ, ആരാണിതിലൂടെ വരുന്നത്? നീച്ചെ സെ ജവാബ് ആയ, താഴെ നിന്ന് മറുപടി വന്നു. എന്താ വന്നത്? മൈ സാദ് ഹൂം, ഇത് ഞാൻ സാദാണ്. മുഹമ്മദ് ബിൻ കാസിം ने चंद कदम आगे बढ़कर एक सिंधी लिबास टीले पर चढ़ते हुए देखकर पहरेदारों से कहा, उसे मेरी तरफ आने दो. മുഹമ്മദ് ബിൻ കാസിം ചന്ദ് കദം ആകെ ബഡ്കർ, കുറച്ചടി കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു സിന്ധി വസ്ത്രം അഥവാ സിന്ധിലെ ആളുകൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച ഒരാൾ, ടീലേപ്പർ ചടുത്തേ ഹുയെ, ഈ കുന്നിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് ദേഖുകർ കണ്ടിട്ട്, പെഹരീദാറോൻ സെ കഹ, അവിടെ ഉണ്ടായിരുന്ന പെഹരീദാറുമാരോട്, അവിടുത്തെ കാവൽക്കാരോട് പറയുകയുണ്ടായി, ഉസെ മേരി തറഫ് ആനേതോ, അവനെ എൻ്റെ അടുത്തേക്ക് വിടൂ, എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ അവനെ എൻ്റെ അടുത്തേക്ക് വിടൂ. സാദിനെ ടീലെ പർ ചടുക്കർ പടാവോ കി തറഫ് ഉത്തർന ചാഹ. സാദ് അന്നേരത്ത് ടീലെ പർ ചടുക്കർ, ആ കുന്നിൻ്റെ മേൽ കയറിയിട്ട്, പടാവോ കി തറഫ് ഉത്തർന ചാഹ, ആ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക്, ടെൻറ്റ് ഉള്ള വശത്ത് ഇറങ്ങാനാണ് ആഗ്രഹിച്ചത്. എന്നിരുന്നാലും, അപ്പോൾ സായദാണ് ആ സിന്ധി വസ്ത്രം ധരിച്ച ആൾ എന്ന് പറഞ്ഞാൽ സായദിനെയാണ് ഉദ്ദേശിച്ചത്. ലേക്കിൻ പെഹരേദാറിനെ ഉസ്കാ രാസ്ത റോക്കത്തെ ഹുയെ, കാവൽക്കാർ അവൻ്റെ വഴി തടഞ്ഞു വെച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ കാസിം കി തറഫ് ഇഷാറ കിയ, മുഹമ്മദ് ബിൻ കാസിമിന് നേരെ ചൂണ്ടിക്കാണിക്കുകയും, ഓർ കഹ, എന്നിട്ട് പറയുകയാണ്, പെഹലെ ഇസ് തറഫ് ജാവോ, ആദ്യം നീ ഈ വശത്ത് കൂടെ പോയിക്കോളൂ. സായദിനെ ബേപർവായിസെ ജവാബ് ദിയ, സായദ് നെവറാക്കിക്കൊണ്ട്, ബേപർവായിസ് എന്ന് പറഞ്ഞാൽ ഗൗനിക്കാതെ, ജവാബ് ദിയ, മറുപടി കൊടുത്തു. നെഹി, വേണ്ട, മൈ സിപ്പാ സാലാർ കോ ദേഖെ ബഗൈർ കിസി സെ ബാത് കർനെ കെ ലിയെ തയ്യാർ നഹി. ഞാൻ ഈ സൈനിക നേതാവിനെ കാണാതെ, സിപ്പാ സാലാർ കോ ദേഖെ ബഗൈർ, അപ്പോൾ സംഗതി സാദിനെ വിളിക്കുന്നത് സിപ്പാ സാലാറായ ആരാണ്? മുഹമ്മദ് ബിൻ കാസിമാണ് എന്നറിയില്ല. അപ്പോൾ
സാദ് പറയാണ്, നെഹി ഇല്ല, മൈ സിപ്പാ സാലാർക്കോ ദേഖേ ബഗൈർ, ഞാൻ സിപ്പാ സാലാറിനെ, ഈ സൈനിക നേതാവിനെ കാണാതെ കിസിസെ ബാത് കർണേ കെ ലിയെ തയ്യാർ നഹി, ആരോടും സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഖാസിമിനെ ആവാസ് ദി, അന്നേരം മുഹമ്മദ് ബിൻ ഖാസിം ഒച്ചയുണ്ടാക്കി വിളിച്ചു, സാദ് മൈ ഇധർ ഹൂँ, സാദേ ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിം ഒച്ചയിട്ട് വിളിച്ചു. സാദ് ने चूक कर മുഹമ്മദ് ബിൻ ഖാസിം की तरफ देखा और आगे बढ़ा. അങ്ങനെ സാദ് ചൂങ്ക് കർ, ചൂങ്ക് കർ എന്ന് പറഞ്ഞാൽ ഇടങ്ങണിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് നോക്കുക. ചൂങ്ക് കർ മുഹമ്മദ് ബിൻ ഖാസിം की तरफ देखा. അപ്പോൾ ചൂങ്കന എന്ന് പറഞ്ഞാൽ ഞെട്ടുക, ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടുമല്ലോ, ആ ഞെട്ടുക എന്നർത്ഥമുണ്ട്. നമുക്കിവിടെ എങ്ങനെ അർത്ഥം വെക്കുക? സാദിനെ ചൂങ്ക് കർ മുഹമ്മദ് ബിൻ ഖാസിം की तरफ देखा. സാദ് സൂക്ഷിച്ചുകൊണ്ട്, സൂക്ഷ്മമായിട്ട് മുഹമ്മദ് ബിൻ ഖാസിമിനെ നോക്കുകയും ഓർ ആകെ ബഡ, അങ്ങനെ മുന്നോട്ട് ഗമിക്കുകയും ചെയ്തു, മുഹമ്മദ് ഖാസിമിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ഖാസിമിനെ സവാൽ കിയ, മുഹമ്മദ് ബിൻ ഖാസിം ചോദ്യം ചെയ്യാൻ തുടങ്ങി. കഹോ ക്യാ ഖബർ ലായേ, പറയൂ നീ എന്ത് വാർത്തയാണ് കൊണ്ടുവന്നത്? സാദിനെ ജവാബ് ദിയ, നേരം സാദ് മറുപടി കൊടുക്കുകയാണ്. ദബീൽ की हिफाजत करने वाली फ़ौज की तादाद 50,000 के करीब है. मेरा ख्याल है कि वो सिंध के बाकी शहरों से मज़ीद कुमक के इंतज़ार में कला बंद होकर लड़ने की कोशिश करेंगे. അപ്പോൾ പറയാണ്, എന്താ വാർത്ത, എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ദബീലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ കാവൽക്കാരായിട്ടുള്ള സൈനികരുടെ എണ്ണം, ഫൗജ് കി താദാദ്, ആ സൈനികരുടെ എണ്ണം 50,000 കെ കരീബ് ഹെ, 50,000-ൻ്റെ അടുത്താണ്. മേരാ ഖയാൽ ഹെ കെ വോ സിന്ധ് കെ ബാക്കി ഷെഹറോൻ സെ, ഞാൻ വിചാരിക്കുന്നത്, മേരാ ഖയാൽ ഹെ, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, കെ വോ സിന്ധ് കെ ബാക്കി ഷെഹറോൻ സെ, സിന്ധിൻ്റെ മറ്റു പട്ടണങ്ങളിൽ നിന്നും മസീദ് കുമക് കെ ഇൻതിസാർ മേ, കൂടുതൽ സഹായം, ഇൻതിസാർ മേ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട്, ഖിലാമെ ബന്ദ് ഹോക്കർ കോട്ടയിൽ അടച്ചിട്ടുകൊണ്ട്, ലഡ്നേക്ക് കോഷിഷ് കരേങ്കെ നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കോട്ട അടച്ചിട്ടുകൊണ്ട് കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മെ ആക്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഖാസിം ने कहा, മുഹമ്മദ് ബിൻ ഖാസിം പറയുകയുണ്ടായി, ക്യാ മുംകിൻ ഹെ, സാധ്യമാണോ, കെ അഗർ ഹം ഇസ് ജഗ 2-3 ദിൻ ഖിയാം കരേം, നമ്മൾ ഈ ദിവസം ഈ സ്ഥലത്ത് 2-3 ദിൻ ഖിയാം കരേം, 2-3 ദിവസം ഇവിടെ തങ്ങുകയും ഇവിടെ താമസിക്കുകയും, തോ വോ ഷെഹർ സെ പേഷ് കദമി കർക്കെ ഹം പർ ഹംല കർ ദേങ്, അങ്ങനെ നമ്മൾ ഇവിടെ 2-3 ദിവസം നിൽക്കുകയാണെങ്കിൽ, തോ വോ ഷെഹർ സെ പേഷ് കദമി കർക്കെ, എന്താണ് പട്ടണത്തിൽ നിന്ന്, പേഷ് കദമി കർണ എന്ന് പറഞ്ഞാൽ ജുറാത്ത് കർണ, ലഡിന എന്നൊക്കെയാണ് അർത്ഥം. ഒന്നുകൂടെ ധൈര്യം കാണിച്ചുകൊണ്ട്, പട്ടണത്തിൽ നിന്ന് ധൈര്യം കാണിച്ചുകൊണ്ട്, മുന്നോട്ട് കാൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ധൈര്യം കാണിക്കുക എന്നല്ലേ. പേഷ് കദമി പറഞ്ഞാൽ മുന്നോട്ട് കാൽ വെക്കുക എന്നാണ്. അപ്പോൾ പട്ടണത്തിൽ നിന്ന് മുന്നോട്ട് കാൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടുകൂടെ, അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ, ഹംപർ ഹംല കർ ദേങ്കെ, ഹംപർ ഹംല കരേ, നമ്മോട് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ടോ, നമ്മൾ അങ്ങോട്ട് പോകാതെ ഒരു കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ടോ? സാദിനെ ജവാബ് ദിയ, അന്നേരം സാദ് മറുപടി കൊടുക്കുകയാണ്, ഇസ് ബാത് കെ കോയി ആസാർ നഹി, ഈ കാര്യത്തിന് ഒരു അടയാളവും ഞാൻ കാണുന്നില്ല, ഇതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വോ ബസ് ബീലാക്ക പഹാടി കില ഹോ ജാനെ കെ ബാദ് ना हमवार ज़मीन पर लड़ना अपने लिए मुफीद ख्याल नहीं करते. അപ്പോൾ പറഞ്ഞ എന്താണ്, സാദിനെ ജവാബ് ദിയ, സാദ് മറുപടി കൊടുത്തു, ഇസ്കെ കോയി ആസാർ നഹി, ഇതിൻ്റെ ഒരു അടയാളവും കാണുന്നില്ല. വോ ബസ് ബീലാക്ക പഹാടി, ബീല എന്ന് പറഞ്ഞാൽ ബീല എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അരികെയുള്ള കാട്. ബീല എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ, ബോ ജംഗൽ ജോ ദറിയാക്കെ കിനാരെ ഹോ, സമുദ്രത്തിൻ്റെ അരികെയുള്ള കാട് എന്നാണ്
ബീല എന്ന് പറഞ്ഞാൽ അർത്ഥം. वो बस बीला का पहाड़ी किला हो जाने के बाद नाहमवार ज़मीन पर लड़ना अपने लिए मुफीद ख्याल नहीं करते. അപ്പോൾ പറഞ്ഞത് എന്താണ്? ഓ ബസ് ബീല കാ പഹാടി കില ഹോ ജാനെ കെ ബാദ്, അത് വെറും ബീല കാ പഹാടി കില, ആ കാട്ടിലെ കുന്നിൻ മുകളിലുള്ള കോട്ട. പഹാടി എന്ന് പറഞ്ഞാൽ കുന്നം പ്രദേശത്തുള്ള മലമ്പ്രദേശത്തുള്ള കില ഹോജാനെ കെ ബാദ്, അവിടെ ഒരു കാട്ടിലെ വലിയ കുന്ന് പ്രദേശത്തുള്ള കാട്ടിലെ ഒരു കില ഹോജാനെ കെ ബാദ്, അവിടെ ഒരു കോട്ടയായതിനു ശേഷം നാഹംവാർ ജമീൻ പർ, ഇവിടെ ഒരിക്കലും യോജിക്കാത്ത, നാഹംവാർ എന്ന് പറഞ്ഞാൽ യോജിക്കാത്ത, അനാവശ്യമായ, ഉപയോഗശൂന്യമായ, ഉപയോഗിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത. അപ്പോൾ ഈയൊരു അനുചിതമായ സ്ഥലത്ത് അവിടെ നല്ലൊരു കുന്നിൻ മുകളിൽ ഒരു കോട്ടയായിരിക്കെ, കുന്നിൻ മുകളിലെ ഒരു കോട്ടയായിരിക്കെ ഇവിടെ ഈ ഒരു അനുചിതമായ ഒരു സ്ഥലത്ത് ജമീൻ പർ ലഡ്ന, ഈ അനുചിതമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്ന് അക്രമം നടത്തുക, അവർ ഇവിടെ വന്ന് ആക്രമിക്കുക എന്നത് മുഫീദ്, അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുമെന്ന് ഖയാൽ നഹി കർത്തെ, ഞാൻ ചിന്തിക്കുന്നില്ല. അഥവാ ഒരിക്കലും അവിടെ അവർക്ക് ആക്രമിക്കാൻ ഏറ്റവും അവിടുന്ന് യുദ്ധം ചെയ്യാൻ ഒരു കാട്ടിൽ കാടായ ഒരു കുന്ന്, ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു പർവ്വതം, ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു കില, ഒരു എന്താണ് ഒരു കോട്ട, ആ കോട്ടയിലാണ് അവരിപ്പോൾ ഉള്ളത്. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഒരിക്കലും യോജിക്കാത്ത ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ യുദ്ധം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് സഅദ് മറുപടി കൊടുത്തു. മുഹമ്മദ് ബിൻ ഖാസിമിനെ മുഹമ്മദ് ബിൻ ഖാസിം പറയാണ്, तो हमें किसी तख़ीर के बगैर पेश कदमी कर देनी चाहिए. അപ്പോൾ നമുക്ക് ഒരിക്കലും പിന്തിക്കാതെ പേഷ് കദമി കർ ദേനി ചാഹിയെ. പേഷ് കദമി കർണ എന്ന് പറഞ്ഞാൽ ലഡ്ന എന്ന് അർത്ഥമുണ്ട്. നമുക്ക് മുന്നോട്ട് കാൽ വെക്കേണ്ടതുണ്ട്, അഥവാ നമുക്കങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. പേഷ് കദമി കർണ എന്ന് പറഞ്ഞാൽ ലഡ്ന എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. മുഹമ്മദ് ബിൻ ഖാസിമിനെ അന്നേരം മുഹമ്മദ് ബിൻ ഖാസിം പറയാണ്, തോ ഹമേ കിസി തഖീർ കെ ബഗൈർ പേഷ് കദമി കർ ദേനി ചാഹിയെ. അപ്പോൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാം എന്ന് തീരുമാനമായി. ദബീൽ കെ മുഹാസറേക്കോ 5 दिन ഗുസർ ചുക്കേ थे. ദബീലിൻ്റെ ഉപരോധം 5 ദിവസം പിന്നിട്ടിരുന്നു. അഥവാ ഇപ്പോൾ മുസ്ലിമീങ്ങൾ ആ കോട്ടയിൽ പോയി, ദബീലിൻ്റെ കോട്ടയിൽ പോയി, അവിടെ കോട്ടയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട്, അതിന് ചുറ്റും നിന്നുകൊണ്ട് ഉപരോധം നടത്താണ്. അങ്ങനെ ദബീൽ കെ മുഹാസറേക്കോ 5 दिन ഗുസർ ചുക്കേ थे. ഇസ് ദൗറാൻ, ഇതിനിടയിൽ മുഹമ്മദ് ബിൻ ഖാസിം को फ़ौज ने दब्बाबों की मदद से मुतअद्दिद बार शहर की फसील पर चढ़ने की कोशिश की. ഇതിനിടയിൽ മുഹമ്മദ് ബിൻ ഖാസിം കോ ഫൗജിനെ എന്നല്ല, കാസിം കെ ഫൗജി എന്ന് ആക്കണം. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈന്യം ദബ്ബാബോं की मदद से, നുഴഞ്ഞുകയറ്റക്കാരുടെ, ദബ്ബാബ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരൻ, ദബ്ബാബോं की मदद से നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായത്തോടെ മുതഅദ്ദിദ് ബാർ പലതവണ ഷെഹർ കി ഫസീൽ പർ ചढ़ने की कोशिश की, ഈ പട്ടണത്തിൻ്റെ, ആ ദബീൽ പട്ടണത്തിൻ്റെ ചുറ്റുമതിൽ കയറാൻ, ചढ़ने की कोशिश की, അതിൽ കയറാൻ ശ്രമിച്ചു. ഇത് സത്യത്തിൽ നടന്ന ഒരു സംഗതിയാണിത്. മുഹമ്മദ് ബിൻ ഖാസിം ചരിത്രത്തിലുള്ളതാണ്. സിന്ധി കീഴടക്കിയത് നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ അത് ഒരു നോവൽ രൂപത്തിൽ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഈമാനിക ഊർജം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ इस दौरान में मोहम्मद बिन कासिम को फ़ौज ने दब्बाबों की मदद से मुतअद्दिद बार शहर की फसील पर चढ़ने की कोशिश की, लेकिन उसे कामयाबी न हुई. പക്ഷേ ഇതൊന്നും
വിജയകരമായില്ല. लकड़ी के दब्बाबे जब शहर पनाह के करीब पहुँचते, राजा के सिपाही उन पर जलता हुआ तेल अंडेल देते और मुसलमानों को आग के शोले में पीछे हटना पड़ता. लकड़ी के दब्बाबे जब शहर पनाह के करीब पहुँचते, അഥവാ മരത്തിൻ്റെ നുഴഞ്ഞു കയറ്റത്തിന് ഉപയോഗിക്കുന്നൊരു വസ്തു. ദബ്ബാബ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്നൊരു വസ്തു എന്ന് ഉപയോഗിക്കണം. അപ്പോൾ മരം കൊണ്ട് നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം, അതിലൂടെ അവർ ജബ് ഷെഹർ പനാഹ് അല്ലെങ്കിൽ ലക്കടീക്കെ ദബ്ബാബെ മരത്തടിയിലൂടെ നുഴഞ്ഞു കയറ്റക്കാരായ ആളുകൾ, ജബ് ഷെഹർ പനാഹ്ക്കെ കരീബ് പഹുഞ്ചത്തെ മരത്തടിയിലൂടെ നുഴഞ്ഞു കയറ്റക്കാരായ ആളുകൾ ആ പട്ടണത്തിൻ്റെ, ഷെഹർ പനാഹ് എന്ന് പറഞ്ഞാൽ ഫസീൽ എന്ന് തന്നെ അർത്ഥം, പട്ടണത്തിൻ്റെ ചുറ്റുമതിലിൽ എത്തിയാൽ രാജാക്കെ സിപ്പാഹി രാജാവിൻ്റെ പട്ടാളം ഉൻപർ ജൽത്താ ഹുവ തേൽ അണ്ടേൽ ദേത്തെ അതിൻ്റെ മേൽ അഥവാ ആ ചുറ്റുമതിലിൻ്റെ മേൽ നല്ല തിളച്ച എണ്ണ ഒഴിക്കുന്നു. ഓർ മുസൽമാനോക്കോ ആഗ് കെ ഷോലോമേ പീछे ഹട്ന പടുത്താ ഹെ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് തീനാളം കാരണത്താൽ പിന്നോട്ടടിക്കേണ്ടി വരുന്നു. അപ്പോൾ നല്ല എണ്ണ, തിളക്കുന്ന എണ്ണ പാരുന്നു, അതിന് തീ കൊടുക്കുന്നു. അതിൻ്റെ ആ തീനാളം കാരണത്താൽ മുസ്ലിമീങ്ങൾക്ക് പിന്നോട്ടടിക്കേണ്ടി വരുന്നു. ഒന്നും വിജയകരമാകുന്നില്ല. മുഹമ്മദ് ബിൻ ഖാസിം അപ്നെ സാത്ത് ഏക് ബഹുത് ബഡി മിഞ്ചനീക്ക് ലായാ था. മുഹമ്മദ് ബിൻ ഖാസിം തൻ്റെ അടുത്ത് ഒരു വലിയ മിഞ്ചനീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പീരങ്കി എന്നൊക്കെ പറയാം, പഴയ രൂപത്തിലുള്ളൊരു പീരങ്കി കൊണ്ടുവന്നിരുന്നു. ജിസെ 500 ആദ്മി ഖീഞ്ചത്തെ थे. അതിനെ 500 പേര് വലിക്കണമായിരുന്നു. അപ്പം 500 പേര് വലിച്ചാലേ അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയുള്ളൂ. ഇസ് മിഞ്ചനീക്ക നാം ഉറൂസ് മഷ്ഹൂർ ഹോ ചുക്കാ था. ഈ പീരങ്കിയുടെ പേര് ഉറൂസ് എന്ന് പ്രസിദ്ധമായിരുന്നു. पहाड़ी रास्ते के नशीब व फराज का ख्याल करते हुए उरूस को समुंदर के रास्ते दबील के करीब लाकर खश्की पर उतारा गया. അപ്പോൾ 500 പേര് വേണം ഇതൊന്ന് ഉരുട്ടാൻ. അതുകൊണ്ട് തന്നെ പഹാടി രാസ്തേക്ക് നഷീബോ ഫറാസ് കുന്നിലെ മലയോര പാതയിലെ നഷീബോ ഫറാസ് കയറ്റിറക്കം, നഷീബോ ഫറാസ് കാ ഖയാൽ കർത്തേ ഹുയെ. അപ്പോൾ മലയോര മേഖലയിലെ മലയോര വഴികളിലെ കയറ്റിറക്കങ്ങൾ ആലോചിച്ചുകൊണ്ട് ഉറൂസ്കോ ഈ പീരങ്കിയാകുന്ന ഉറൂസിനെ സമുദ്രക്കെ രാസ്തെ സമുദ്രം മുഖേന ദബീൽ കെ കരീബ് ലാക്കർ ദബീലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഖഷ്കി പർ ഉത്താറ ഉണങ്ങിയ സ്ഥലത്ത് ഉത്താറാകയ ഇറക്കപ്പെടുകയും ചെയ്തു. ഓർ മുഹാസറയ്ക്ക് പാഞ്ചുവാ ദിൻ അവിടെ ഒരു വാ എന്ന് വിട്ടുപോയിട്ടുണ്ട്. മുഹാസറയ്ക്ക് പാഞ്ചുവാ ദിൻ അങ്ങനെ ഉപരോധത്തിൻ്റെ 5-ാം ദിവസം മുഹമ്മദ് ബിൻ ഖാസിം കെ സിപ്പാഹി മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈന്യം ഉസേ ധക്കീൽ കർ അതിനെ തള്ളിക്കൊണ്ട് ഉന്തിക്കൊണ്ട്, ധക്കീലിന എന്ന് പറഞ്ഞാൽ പുഷ് ഫുള്ള് എന്നതിനൊക്കെ ധക്കീലിന എന്ന് പറയാം, അതിനെ ഉന്തിക്കൊണ്ട് തള്ളിക്കൊണ്ട് ഷെഹർ പനാഹ്ക്കെ സാമനെ ലേ ആയെ ആ ചുറ്റുമതിലിൻ്റെ അടുത്ത് എത്തിക്കുകയും കൊണ്ടുവരികയും ചെയ്തു. ഉസ്സെ കബിൽ छोटी छोटी മിഞ്ചനീക്ക് ഷെഹർ की ഫസീൽ को ചന്ദ് മക്കാമാത് സെ കംസോർ കർ ചുക്കി थी. ഇതിന് മുമ്പേ ഈ ഒരു വലിയ മിഞ്ചനീക്കിന് മുമ്പേ ചെറിയ ചെറിയ മിഞ്ചനീക്കുകൾ ഈ പട്ടണത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ചില ഭാഗങ്ങളെ കംസോർ കർ ചുക്കി थी അശക്തമാക്കിയിരുന്നു. ഷെഹർ കെ സിപ്പാഹി ഉറൂസ് കി ഗൈർ മാമൂലി ജസാമത് സെ പട്ടണത്തിലെ പട്ടാളക്കാർ ഈ ഉറൂസ് എന്ന മിഞ്ചനീക്കിൻ്റെ അസാധാരണമായുള്ള വണ്ണം കാരണത്താൽ ഉസ്കി അഹമ്മിയത് കാ അന്താസ ലഗാ ചുക്കേ थे അതിൻ്റെ പ്രാധാന്യം അവർ
അനുമാനിച്ചിരുന്നു. അന്താസ ലഗാ ചുക്കേത്തെ, അനുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഷാംസെ പെഹലെ, അതിൻ്റെ പ്രാധാന്യം അവർ നേരത്തെ അനുമാനിച്ചത് കൊണ്ട് തന്നെ. ഷാംസെ പെഹലെ, വൈകുന്നേരത്തിന് മുമ്പേ. ഉറൂസെ ചന്ദ് വസ്നി പത്തർ, ആ ഉറൂസിൽ നിന്നുള്ള കുറച്ച് ഭാരമുള്ള കല്ലുകൾ ഷെഹർമേ ഫേങ്കയെ, പട്ടണത്തിലേക്ക് എറിയപ്പെട്ടു. ഓർ രാജാനെ ഏ മഹ്സൂസ് കിയ, അങ്ങനെ ഉറൂസിൽ നിന്ന് വർഷിച്ച ഈ കല്ലുകൾ വർഷിക്കുന്നത് കണ്ടിട്ട് രാജാവ് ഇത് കരുതി. ഏ മഹ്സൂസ് കിയ, ഇങ്ങനെ തോന്നി. കെ ദബീൽ കി മസ്ബൂത്ത് ഫസീൽ സിയാദ ഉർസ ഇസ് മഹീബ് ഹത്യാർ കെ സാമനെ ന ടഹർ സക്കേഗി. എന്താ അവർ വിചാരിച്ചത്? രാജാവ് എന്താ വിചാരിച്ചത്? ദബീൽ കി മസ്ബൂത്ത് ഫസീൽ, ദബീലിൻ്റെ ഉറപ്പുള്ള സുദൃഢമായിട്ടുള്ള ഈ ഒരു ചുറ്റുമതിൽ, സിയാദ ഉർസ, കൂടുതൽ കാലം, ഇസ് മഹീബ് ഹത്യാർ കെ സാമനെ, ഈ പേടിപ്പെടുത്തുന്ന ഹത്തിയാർ, ആയുധത്തിന് മുന്നിൽ, ന ടഹർ സക്കേഗി, നിൽക്കാൻ സാധിക്കുകയില്ല. ഛട്ടെ റോസ്, 6-ാം ദിവസം, അലസ്വബാ, പുലരിയിൽ തന്നെ, പ്രഭാതത്തിൽ തന്നെ, മുഹമ്മദ് ബിൻ ഖാസിമിനെ ഉറൂസ് കി മദദ് സെ, മുഹമ്മദ് ബിൻ ഖാസിം ഉറൂസിൻ്റെ സഹായത്താൽ ഷെഹർ പർ, ആ പട്ടണത്തിലേക്ക്, സംഗ്ബാരി ഷുറൂക്കി, സംഗ്ബാരി എന്ന് പറഞ്ഞാൽ കല്ല് വർഷിപ്പിക്കാൻ തുടങ്ങി. ഷെഹർ കെ ദർമിയാൻ ഏക് മന്ദിർ കെ ബുലന്ദ് കലിസ് പർ ഏക് സുർഖ് രംഗ് കാ झंडा लहरा रहा था. मंदिर के कलिस की तरह यह झंडा भी तमाम झंडों से ऊंचा था. मोहम्मद बिन कासिम को इस झंडे की अहमियत का एहसास हुआ और एक रिवायत के मुताबिक दबील के गवर्नर के हाथों सताए हुए एक ब्राह्मण ने शहर से फरार होकर मोहम्मद बिन कासिम को इत्तला दी कि जब तक ये झंडा नहीं गिरता शहर के लोग हिम्मत नहीं हारेंगे. അങ്ങനെ शहर के दरमियान एक मंदिर के बुलंद कलिस पर, പട്ടണത്തിൻ്റെ ഇടയിൽ ഒരു മന്ദിരത്തിൻ്റെ, അതിൻ്റെ ഉയർന്ന കലിസ്പർ, കലിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മിനാര, അല്ലെങ്കിൽ ആ ഒരു മിനാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം, കൈലാസം. ഏക്ക് സുർഖ് റംഗ് കാ झंडा, ഒരു ചുവന്ന നിറത്തിലുള്ള മിനാരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സുർഖ് റംഗ് കാ झंडा, ചുവന്ന നിറത്തിലുള്ള ഒരു പതാക, ഒരു കൊടി, ലഹറ രഹാത്ത, അതിങ്ങനെ കൊടി അവിടെ പാറിക്കഴിക്കുന്നതായിട്ട്, ഉലയുന്നതായിട്ട് ഉണ്ടായിരുന്നു. മന്ദിർ കെ കലിസ്കി തറ, ആ ഒരു മന്ദിരത്തിൻ്റെ കലിസിൻ്റെ പോലെ, ആ ഒരു മിമ്പറിൻ്റെ പോലെ, ഈ झंडा ഈ പതാകയും തമാം झंडों से ऊंचा था, മറ്റെല്ലാ പതാകകളേക്കാൾ ഉയർന്നതായിരുന്നു. മുഹമ്മദ് ബിൻ കാസിം കോ ഇസ് झंडे की अहमियत का एहसास हुआ. മുഹമ്മദ് ബിൻ കാസിമിനും ഈ പതാകയുടെ പ്രാധാന്യം മനസ്സിലായി. എഹ്സാസ് ഹുവ, ബോധ്യപ്പെട്ടു. ഓർ ഏക് റിവായത്ത് കെ മുതാബിക്, ഒരു റിവായത്ത് പ്രകാരം, ഒരു ഉദ്ധരണി പ്രകാരം എന്താ സംഭവിച്ചത്? ദബീൽ കെ ഗവർണർ കെ ഹാത്തോൻ സെ സതായ ഹുയെ ഏക് ബ്രാഹ്മണന്, ദബീലിലെ ഗവർണറിൻ്റെ കൈകളാൽ ആക്രമിക്കപ്പെട്ട ഒരു ബ്രാഹ്മണന് ഷെഹർ സെ ഫിറാർ ഹോക്കർ, ആ പട്ടണത്തിൽ നിന്ന് ഓടി മുഹമ്മദ് ബിൻ കാസിം കോ ഇത്തിലാദി, മുഹമ്മദ് ബിൻ കാസിമിന് വിവരം നൽകി. എന്ത്? കെ ജബ് തക് യേ झंडा നഹി ഗിർത്ത, ഈ झंडा, ഈ ഒരു കൊടി എപ്പോൾ വരെ, ഏതുവരെ അത് വീഴാതിരിക്കുന്നുവോ, ഷെഹർ കെ ലോഗ് ഹിമ്മത്ത് നഹി ഹാരെങ്കെ, ഈ പട്ടണ നിവാസികൾക്ക് അവരുടെ ധൈര്യം, ഈ പട്ടണ നിവാസികൾക്ക് അവരുടെ ധൈര്യം ചോർന്നു പോവുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് ബിൻ കാസിം കോ മിഞ്ചനിയൊക്കെ ഇസ്തിമാൽ മേ ഗൈർ മാമൂലി മഹാറത്ത്, അതുകൊണ്ട് തന്നെ
അപ്പോൾ ഈ ഒരു വിവരം ലഭിച്ചതോടുകൂടെ തന്നെ മുഹമ്മദ് ബിൻ ഖാസിം പിന്നീട് ഈ മിഞ്ചനിക്ക് നേരെ ഈ പതാക പൊളിക്കാനുള്ള ആ ഒരു കലിസ്, ആ ഒരു കൈലാസം, അത് ആ ഒരു മിമ്പർ പൊളിക്കാനുള്ള ശ്രമമായി, മന്ദിരത്തിൻ്റെ ആ ഒരു കൈലാസം പൊളിക്കാനുള്ള ശ്രമത്തിലായി പിന്നീട് ആരെ മുഹമ്മദ് ബിൻ ഖാസിം. അപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിം को മിഞ്ചനി के इस्तेमाल में गैर मामूली महारत, അസാധാരണമായിട്ടുള്ള ഒരു നിപുണത മുഹമ്മദ് ബിൻ ഖാസിമിന് ഈ മിഞ്ചനിയൊക്കെ ഉപയോഗിക്കുന്നതിൽ ഉണ്ടായിരുന്നു. ചുനാൻചെ ഇസീലിയെ, ഇക്കാരണത്താൽ തന്നെ ഉസ്നെ ഉറൂസ് കാ റുഖ്, ആ ഉറൂസിൻ്റെ ദിശ ദുരുസ്ത് കർക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് സിപ്പാഹിയോക്കോ, ആ പട്ടാളക്കാരെ പത്തർ ഫേങ്കിനേക്കാ ഹുക്കും ദിയ, ആ മിഞ്ചനീക്കിലൂടെ അത് ഭാരമുള്ള നല്ല കല്ലുകൾ അതിലൂടെ എറിയാൻ വിധി കൊടുക്കുകയും ചെയ്തു. ഭാരി പത്തർക്കി ജർബിനെ, നല്ല ഭാരിച്ച കല്ലുകൾ അത് ഇടിച്ചത് കാരണത്താൽ തന്നെ, ആ കല്ലുകളുടെ ഇടി കാരണത്താൽ തന്നെ കലിസ്കെ ടുക്കടെ ഉടാതിയെ, ആ കൈലാസത്തിൻ്റെ കഷ്ണം എടുത്തു കളയുകയും ഓർ ഉസ്കെ സാത്ത്, ആ കൈലാസത്തിൻ്റെ കഷ്ണം എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞാൽ കൈലാസത്തിൻ്റെ കഷ്ണം പൊട്ടി വീഴുകയും അതോടുകൂടെ തന്നെ സുർഖ് ജണ്ടാബി നീച്ചെ ആരഹ, അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ആ ചുവന്ന പതാകയും നിലത്തോട്ട് പതിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ സുബഹ് കാ സിതാര എന്നുള്ള ഈ ഭാഗം, നോവലിൻ്റെ ഒരു ഭാഗം, ഇത് ഏത് നോവലാണ്? മുഹമ്മദ് ബിൻ ഖാസിം എന്നുള്ള ഒരു നോവലിൻ്റെ ഭാഗം തന്നെയാണ്. നോവലിൻ്റെ പേര് തന്നെ മുഹമ്മദ് ബിൻ ഖാസിം എന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വായിക്കാവുന്നതാണ്, നെറ്റിലുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ കൂടുതൽ വായിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.